വയൽ നികത്തലിനും നിലം നികത്തലിനും വയലുകളിൽ സ്ഥിരവിളകൾ കൃഷി ചെയ്യുന്നതിനുമെതിരായി നിയമങ്ങൾ നിലവിലുള്ളപ്പോഴും ജില്ലയിലെങ്ങും ഈ നിയമങ്ങൾ പരസ്യമായി ലംഘിക്കപ്പെടുകയാണ്. ഏക്കർ കണക്കിന് വയലുകളാണ് ഇത്തരത്തിൽ സ്ഥിരവിളകൾ കൃഷി ചെയ്തും നിലം നികത്തിയും ഇല്ലാതാക്കുന്നത്. മലയാലപ്പുഴ, കോന്നി ഗ്രാമപഞ്ചായത്തുകളിലായി നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങളായിരുന്നു ഇവ. ഈ പാടശേഖരങ്ങൾക്ക് ഒരു കഥ പറയാനുണ്ട്. നമുക്കൊന്ന് കേട്ടുനോക്കാം. കോന്നി ഗ്രാമപഞ്ചായത്തിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്തുനിന്ന് കിഴക്കൻ മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ ഒന്നാണ് ഞാൻ. ഒരു കാലത്ത് ഞാനും നാട്ടുകാർക്ക് ഉത്സവലഹരി സമ്മാനിക്കുമായിരുന്നു. നിലമുഴവലും വിതയ്ക്കലും കൊയ്ത്തും മെതിയുമൊക്കെയായി പകലന്തിയെന്നോ രാവന്തിയെന്നോ വ്യത്യാസമില്ലാതെ നാട്ടുകാരുടെ പ്രതീക്ഷകളിൽ ഒപ്പം കൂടിയിരുന്നു. എന്നെ തഴുകിത്തലോടി ഒഴുകിയിരുന്ന നീർച്ചാലുകൾ നെൽകൃഷിക്ക് ഒത്തിരി വസന്തവും സമ്മാനിച്ചിരുന്നു. കൊയ്ത്തൊഴിഞ്ഞ ശേഷം വിശാലവിസ്തൃതമായ എൻ്റെ വിരിമാറിൽ കുട്ടികൾ കൂട്ടമായെത്തും. കാൽപന്തും തലപ്പന്തും എന്ന് വേണ്ട, ക്രിക്കറ്റിന് വരെ ഞാൻ വേദിയായിട്ടുണ്ട്. ഓണത്തിനും വിഷുവിനുമൊക്കെ ഞാനും ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. ഇടവപ്പാതി തുടങ്ങിയാൽ മഴക്കണ്ണീരിൽ ഞാൻ നിറഞ്ഞൊഴുകുമ്പോൾ കെട്ടുചങ്ങാടങ്ങളിലെത്തി മീൻ പിടിക്കുന്നവർക്കും ഞാൻ വലിയ കൂട്ടായിരുന്നു. അങ്ങനെ പൂർണ്ണ സന്തോഷവതിയായി കാലം കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ ഉപഭോഗതൃഷ്ണ എന്നെ നശിപ്പിച്ചു തുടങ്ങിയത്. അങ്ങ് കിഴക്കേ കോണിൽ എന്നെ വെട്ടിമുറിച്ചു. റബ്ബറും തെങ്ങുമൊക്കെ വളർന്നു തുടങ്ങി. ആദ്യമൊക്കെ ഞാനും സഹിച്ചു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഞാൻ ഇല്ലാതെയായിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കൂ, അങ്ങകലെ എൻ്റെ ദീനരോധനം നിങ്ങൾ കേൾക്കുന്നില്ലേ? എൻ്റെ ചോര വാർന്നുപോയി. ഇന്ന് ഞാൻ വറ്റി വരണ്ടുണങ്ങിയിരിക്കുന്നു. കിളികളും തുമ്പികളും കുട്ടികളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഞാൻ ചൂടിൻ്റെ തമോഗർത്തങ്ങളിൽ അകപ്പെടുകയാണ്. രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ ഞാൻ ഇന്നും കൈനീട്ടും. അവസാന ശ്വാസത്തിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഇന്നും ശപിക്കാതെ കൂടെയുണ്ട്. എണ്ണയും റബ്ബറും വിറ്റ് കിട്ടുന്ന പണവുമായി നിങ്ങൾ അകത്തളങ്ങളിൽ ആഹ്ലാദിക്കുന്നത് ഞാനും കാണുന്നുണ്ട്. ഇനിയും അധിക നാൾ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഓർമ്മകളിലെങ്കിലും അവശേഷിക്കുന്ന എന്നെ വെറുക്കരുതെന്ന് നിങ്ങളുടെ സ്വന്തം നെൽപ്പാടം. ഈ നെൽപ്പാടത്തിന്റെ കഥനകഥ കേട്ട ഞങ്ങൾ ജില്ലയിലെ വയൽ നികത്തലിനെ കുറിച്ച് നടത്തിയ പഠനത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഇവയാണ്. നെൽകൃഷി ഒഴിവാക്കി എണ്ണപ്പന, റബ്ബർ മുതലായ സ്ഥിരവിളകൾ കൃഷി ചെയ്യുന്നതോടെ നമ്മുടെ പാടങ്ങളിലെ മണ്ണിന്റെ ഘടനയ്ക്ക് മാറ്റം സംഭവിക്കും. ഇത്തരത്തിലുള്ള വിളകൾ നെൽകൃഷിയെ അപേക്ഷിച്ച് 100% ഇരട്ടി ജലം അധികമായി ഭൂമിയിൽ നിന്നും വലിച്ചെടുക്കുന്നത് മൂലം വൻ ജലദൗർലഭ്യത്തിനിടയാകും. പാടങ്ങളിൽ സ്ഥിരവിളകൾ കൃഷി ചെയ്യുന്നതോടെ പാടങ്ങളിൽ കണ്ടുവരുന്ന പല ഷഡ്പദങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇത് നമ്മുടെ ആഹാര ശൃംഖലയെ ദോഷകരമായി ബാധിക്കും. പാടങ്ങൾ നികത്തി ബഹുനില കെട്ടിടങ്ങൾ പണിയുന്നത് മൂലം ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കും. വരും കാലങ്ങളിൽ ആഹാര സാധനങ്ങളുടെ വലിയ ദൗർലഭ്യത്തിന് ഇത് ഇടവരുത്തും. നമ്മുടെ ഇപ്പോഴത്തെ ലാഭേച്ഛയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കുമ്പോഴും കർഷകർ കൃഷി ചെയ്യാൻ തയ്യാറാകാത്തത് മൂലം ഏക്കർ കണക്കിന് സ്ഥലമാണ് ജില്ലയിൽ തരിശുഭൂമിയായി കിടക്കുന്നത്. തരിശുഭൂമിയായി കിടക്കുന്ന ഈ പാടങ്ങൾ ബഹുനില കെട്ടിടങ്ങളായി പിന്നീട് മാറുന്നു. നിലം നികത്തലും പാടങ്ങളിൽ സ്ഥിരവിളകൾ കൃഷി ചെയ്യുന്നതുമെല്ലാം നിയമവിരുദ്ധമാണെന്നും ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നു. നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് പാടങ്ങളിൽ മറ്റ് വിളകൾ കൃഷി ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. വീടില്ലാത്ത, സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവരല്ലെങ്കിൽ വേറെ ഒട്ടും തന്നെ കരഭൂമികളില്ല, വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ പഞ്ചായത്ത് ലെവലിലുള്ള ഒരു കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലം നികത്തുന്നതിനുള്ള അപേക്ഷ RDOയ്ക്ക് കൊടുക്കാവുന്നതാണ്. ആനുകാലിക വിളകളായ വാഴ, പച്ചക്കറി മുതലായ കൃഷികൾ വളരെ ഒരു വർഷത്തിനകത്തൊക്കെ എടുക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് അനുവദിക്കാവുന്നതാണ്. എന്നാൽ എണ്ണപ്പന, തെങ്ങ്, റബ്ബർ അതുപോലുള്ള ദീർഘകാല വിളകൾ നിലത്തിൽ കൃഷി ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ നിലവെന്നുള്ള ഒരു ഇതിലുള്ള ഭാഗങ്ങളിൽ കൃഷി ചെയ്യാൻ ഇപ്പോൾ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് അനുവദിക്കും. എല്ലാം അറിയാമായിരുന്നിട്ടും ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്ക് തന്നെ വിനയാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യൻ ഇനിയെങ്കിലും വ്യതിചലിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമാകുമെന്ന് ഓർക്കുക. പ്രകൃതിയെ നശിപ്പിച്ച് നാം ഉണ്ടാക്കിയ പണം അന്ന് നമ്മുടെ രക്ഷയ്ക്കായി ഉപകരിക്കില്ല. കഥനകഥ പറഞ്ഞ നെൽപ്പാടത്തിനും ജോർജറ്റിനും മിഥുൻ മോഹനുമൊപ്പം ജിജോ മോഡി, PTN ന്യൂസ്.